എൻ്റെ പേര് അക്ഷയ് കൃഷ്ണയാണ്. അമ്മേ നാരായണ, ദേവി ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, വക്രതുണ്ട മഹാകായ, കോട്ടി സൂര്യ സമപ്രഭ, ദേവനാ കുരുദേവ, സർവകാര്യേഷു സർവദാ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നാട്ടിലെല്ലാ ജനങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുന്ന പഞ്ചേത്തമ്മയുടെ ഉത്സവം ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ. ഇതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇഷ്ടവരദായിനിയായ ശ്രീ ഭദ്രകാളിയാണ്. ദാരികനെ നിഗ്രഹിച്ച് ത്രിഭുവനത്തിലും ശാന്തിയും സമാധാനം വരുത്തിയ ഈ ഭാഗത്തിലാണ് ഇവിടുത്തെ ദേവി. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ഇവിടുത്തെ ഉത്സവം കൊണ്ടാടുന്നത്. ഉത്സവത്തോടെ അനുബന്ധിച്ച് കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് കളം കരിക്കൽ, വീടും തൂക്കം. ദാരികനെ യുദ്ധത്തിൽ ദേവിയെ സഹായിച്ച ഗരുഡന് വേണ്ടിയിട്ടാണ് വീടും തൂക്കം നടത്തുന്നത്. ഇത് ഭരണി 4-ൽ ആയിരിക്കും. എല്ലാ ദിവസം രാവിലെയും വൈകിട്ടും ദീപാരാധനയും പൂജയും ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും പറയാൻ സമയം നൽകിയ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി അറിയിക്കുന്നു. AK ലൈറ്റ് ആൻഡ് സൗണ്ടിന് നന്ദി അറിയിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പരിചയം ഭഗവതി ക്ഷേത്രത്തിലെ വളരെ പുണ്യമായിട്ടുള്ള ഒരു ഭൂമിയാണ്. വളരെ ചെറുപ്പം മുതലേ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാൻ കോതമംഗലം സ്വദേശിയാണ്. എൻ്റെ ബാല്യകാലം മുതലുള്ള സുഹൃത്തും ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ദേവദാസ് വഴിയാണ് എനിക്ക് പരിചയവും ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. ഞങ്ങൾ ചെറുപ്പം മുതലേ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇവിടെ നമ്മുടെ തിരുമേനിയുടെ മോൻ സംസാരിച്ചതുപോലെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറ്റ് ചിത്രങ്ങളും അതുകൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളും അതിനോടൊപ്പം തന്നെയുള്ള വഴിപാട്, പൂജാ കർമ്മങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ദേശത്തിൽ നിന്ന് മാറി അന്യദേശക്കാർക്ക് കൂടെ ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു വാതിൽ കൂടിയാണ് വെബ്സൈറ്റ് വഴി തുറക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ ചുവടുവയ്പ്പിന് എന്നെ ക്ഷണിച്ച് അതിന് ഒരു അവസരമൊരുക്കിയ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ദേവദത്തിനും ഒപ്പം നമ്മുടെ ക്ഷേത്രം കമ്മിറ്റിക്കും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾക്കും മുന്നിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അടുത്ത വർഷത്തെ ഉത്സവം ഇതിലും ഗംഭീരമായിട്ട്, എനിക്ക് തോന്നുന്നു ഈ പരിസര പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല ഗംഭീരമായിട്ട് ഉത്സവം ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഞാനും വന്നിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് പ്രോഗ്രാം ഗാനമേള കാണാനൊക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് പഞ്ചീകാർക്കിനി. ആ ആഘോഷങ്ങൾ ദേവീനാമത്തിൽ ഗംഭീരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ 1000 ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ഒഫീഷ്യലായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ആദ്യം നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട അജു വർഗീസിൻ്റെ
വോയിസ് ആണ്. അജു വർഗീസിന്റെ ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമയുടെ ഒരു രംഗം ഞാനൊന്ന് അനുകരിക്കാം. കൈയടിക്കണം കേട്ടോ, കൈയടിക്കില്ലേ? കോതമംഗലക്കാരെ കൈയടിക്കാൻ ഇച്ചിരി പാടാ, എനിക്കറിയാം. എൻ്റെ നാട്ടുകാരാണെങ്കിലും ഒന്ന് കൈയടിച്ചേ, നല്ല കൈയടിച്ചേ. ഓക്കെ, അപ്പോൾ അജു വർഗീസിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ദിനേശ്, കാശുള്ള ഏത് ഉള്ളിലും കൂടെ പെണ്ണ് കാണും. ഒന്ന് ആലോചിച്ച് നോക്കി, പെണ്ണുങ്ങളില്ലാതെ നമ്മൾ ആണുങ്ങൾ മാത്രം അങ്ങനെ സുഖിക്കുക. നിനക്കറിയാമോ എത്ര ആണുങ്ങളുടെ ജീവിതങ്ങളാണ് പെണ്ണുങ്ങളാണ് നശിച്ചത്? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ വഴി നടന്ന ചരിത്രമുണ്ട്. കേട്ടൊടുവില്ലേ ഈ ചെക്കൻ നിന്നെ വേണ്ടാന്ന് ഇത് ഇന്റെ പേര് പറഞ്ഞു പിന്നീട് മണപ്പിച്ചു തന്ന വീട്ടിൽ പറ്റി നോക്കൂ. ശ്രീ സുരേഷ് ഗോപി ഇവിടെ അദ്ദേഹമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷന് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തായിരിക്കും നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനുണ്ടാവുന്നത് നമുക്ക് നോക്കാം. സുരേഷ് ചേട്ടന്റെ ലൈവായിട്ടുള്ള ശബ്ദമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സിനിമയിൽ നിന്ന് മാറി അദ്ദേഹം വളരെ ശബ്ദമൊക്കെ താഴ്ത്തിയിട്ടുള്ള ഒരു പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് നേരിട്ട്. അപ്പോൾ നേരിട്ട് ഇന്നിവിടെ അദ്ദേഹം വന്നാൽ അദ്ദേഹത്തിന് എന്തായിരിക്കും പരിചയക്കാരോട് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ. പഞ്ചയം ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ 1-ാം ദിവസമാണ്. വളരെ സന്തോഷം. വന്നപ്പോൾ തന്നെ ഇവിടുത്തെ മേൽശാന്തിയുടെ മകൻ വേദിയിൽ നിന്ന് വളരെ ഗംഭീരമായിട്ടൊരു പ്രസംഗം നടത്തി. ക്ഷേത്രത്തെ പറ്റിയും അവിടെ ഇരിക്കുന്ന മൂർത്തിയെ പറ്റിയും വളരെ ഗംഭീരമായിട്ട് നടത്തിയ പയ്യനെ എനിക്ക് കെട്ടിപ്പിടിച്ച് ഞെക്കിപ്പിടിച്ച്. എന്തായാലും ഉത്സവം പ്രമാണിച്ച് വന്ന സ്ഥിതിക്ക് ഞാനൊരു 2 വരി പാടാതെ പോയാൽ ചിലപ്പോൾ കമ്മിറ്റിക്കാർക്ക് ഇഷ്ടാവില്ല അല്ലേ? നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை, നീരുക്കുൾ മൂழ்கிடும் താമரை, സെക്കൻഡ് മാറുത് വാനിലെ പെണ്ണേവും മേർപ്പിഴை, மெல்லாமல் வீசிடும் பேரனை, உன் வண்ணம் சூடிய காரிகை, உன் வண்ணம் சூடிய காதலை, പെണ്ണേ നീ കാഞ്ചനൈ. ശുഭനിദ്ര, സുഖനിദ്ര. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രത്യേകിച്ച് ദേവദത്തന്മാരോട് എനിക്ക് നന്ദി പറയാൻ വാക്കുകളില്ല. കാരണം എന്നെ അറിയുക പോലും ചെയ്യാത്ത ആളാണ് ഞാൻ. കഴിഞ്ഞ ദിവസം കൊച്ചിനെ വിളിച്ചപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞ അമ്മ നമ്പർ തന്നു. വിളിച്ചിട്ട് എടുക്കില്ലാന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഞാൻ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം വേറെ ഒന്നുമില്ല. എൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താനും അത്രയും ദൂരെ നിന്ന് കൊച്ചു എത്താനും പിന്നെ മറ്റുള്ള എല്ലാവരുടെയും പേര് എനിക്ക് അറിയില്ല. അപ്പോൾ ഇതിനു വേണ്ടി അവസരം തന്ന എൻ്റെ മോള് തയ്ക്കാമോടെ എടുത്ത ജിനി, ജയകുമാറിൻ്റെ ഭാര്യ ജിനിയാണ്. ചേച്ചി ഏതായാലും ചേച്ചി പുസ്തകം എഴുതിയില്ലേ, ചേച്ചി വെറുതെ അങ്ങനെ ആർക്കും കൊടുക്കണ്ട, നമ്മുടെ കാവിൽ ഉത്സവമല്ലേ, നമുക്കത് അവിടെ വെച്ച് കൊടുക്കാം, ചേച്ചി ആരെങ്കിലും കണ്ടെത്ത് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങനെ കണ്ടെത്താൻ പാകത്തിന് ആരുമില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുന്നത് ആരെ അറിയില്ല. അപ്പൊ അവര് തന്നെയാണ് പറഞ്ഞത്, ജിനി തന്നെ പറഞ്ഞ് ഈ ദേവദത്ത മോനെ പറഞ്ഞ് അവര് ജയകുമാറിന് എല്ലാവരും കൂടെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടെ തീരുമാനിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് അറിയണത് പോലും. ഞാനിത് സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. അപ്പൊ എനിക്കിങ്ങനെ ഒരു വേദി തന്നതിന് എൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്, ഭയങ്കര നന്ദിയുണ്ട്. വേറെ ഒന്നും പറയാനില്ല. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഔപചാരികതയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ സ്വന്തം നാട്ടുകാരാണ്, അല്ലെങ്കിൽ ഞാൻ ജനിച്ച് വളർന്ന നാടാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദർശ് പറഞ്ഞ പോലെ 2 മാസം മുമ്പ് ഇവിടെ
ഷൂട്ട് ചെയ്തതിൻ്റെ ആദ്യത്തെ സിനിമ അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. കാരണം ഇവിടെ ചെറുപ്പം തൊട്ട് ഈ ഗ്രൗണ്ടിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഉത്സവത്തിൻ്റെ 10 ദിവസവും എല്ലാ ദിവസവും സ്കൂളൊക്കെ വിട്ടിട്ട് വൈകിട്ട് നേരെ വന്ന് രാത്രി എല്ലാ പരിപാടിയും കഴിയുന്നവരെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ആരെയും അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആദ്യമേ തന്നെ ഇപ്പോൾ ഞാൻ പ്രകാശനം ചെയ്ത അമ്മയെ അറിയാമെന്ന് പറഞ്ഞ പുസ്തകം അതെഴുതിയ സുപ്രഭ ചേച്ചിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതുപോലെ ഒരുപാട് അമ്മമാരും ചേച്ചിമാരും എല്ലാം നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാമേഖലയിലേക്കൊക്കെ വീണ്ടും മുന്നോട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു. സമർപ്പിക്കുന്നതാണ്. കൃഷ്ണവേണി, ആരാധ്യ ബാബുജി, വൈഗ ബിനു, മീനാക്ഷി സിയാർ, ആദ്യ സിജു. ഈ ഭക്തിഗാനത്തിൻ്റെ മേക്കപ്പ് എല്ലാം ഭംഗിയായിട്ട് നിർവഹിച്ച ജിമ്മി ജയകുമാറിനെ സാദരം ക്ഷണിക്കുന്നു.